അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ലോകത്തിന്റെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഉമർ റളിയല്ലാഹു മനുഷ്യരാശിക്കെല്ലാം തന്നെ ഒരു മഹത്തായ ഭരണാധികാരിയായിരുന്നു. എന്നാൽ നീതിയുടെയും സമാധാനത്തിന്റെയും ഉറച്ച അധിഷ്ഠാനതയിൽ അതിനെ നയിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് സാധാരണ ഒരു മനുഷ്യന് ഭരണാധികാരിയോട് നേരിട്ട് പരാതി പറയാനുള്ള അന്തരീക്ഷമുണ്ടായിരുന്നു. ഒരിക്കൽ രാത്രിയും വൈകിയും നഗരത്തിലെ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുടിലിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ പാത്രത്തിൽ വെള്ളം മാത്രം കെട്ടിച്ചൂടി കുട്ടികളെ ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഹൃദയം പൊട്ടി. ഉടനെ തന്നെ അദ്ദേഹം ബൈത്തുൽ മാൽ, ലോകത്തിന്റെ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം ചുമന്നുകൊണ്ട് വന്നു. സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്വം നാളെ ആവശ്യപ്പെട്ടാൽ അള്ളാഹു എന്റേത് എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഭക്ഷണം സ്വയം വീട്ടിലെത്തിച്ച് കുട്ടികൾക്ക് പാചകം ചെയ്തു കൊടുത്തു. ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഉമർ ഭരണാധികാരികൾക്ക് നിത്യപ്രചോദനമാകുന്നത്. അദ്ദേഹം ഭരണം സുഖത്തിനോ ആഡംബരത്തിനോ വേണ്ടി സ്വീകരിച്ചതല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയായിരുന്നു ഏക ലക്ഷ്യം. ഇന്നത്തെ ഭരണാധികാരികൾ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് എത്രയോ പഠിക്കാനുണ്ട്. ഭരണം നീതിയുടേതാണെന്നും ജനങ്ങളുടെ വിശപ്പ്, കണ്ണുനീർ, ദാഹം എന്നിവ അകറ്റണമെന്നും ഇന്നത്തെ ഭരണാധികാരികൾ പഠിക്കാനും അറിയേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഉമറുൽ ഫാറൂഖ് എന്ന് പേര് വരാൻ തന്നെ കാരണം അതുകൊണ്ടാണ് അല്ലേ. സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.